നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്തും നടക്കുമെന്നാണ് ഈ സംഭവം നമ്മളെ ഓർമ്മപ്പെടുന്നത്. ചില വാർത്ത കണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. കോട്ടയം നഗരസഭയിൽ ഒരു ജീവനക്കാരൻ ആരും അറിയാതെ വെട്ടിച്ച പൈസ എത്രയെന്നറിയോ? 3 കോടിയോളം രൂപയാണ്. ഓരോ കൊല്ലവും അവിടെ ഓഡിറ്റൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ഓഡിറ്റർക്കും അദ്ദേഹത്തിൻ്റെ കണ്ണ് കിട്ടിയില്ല ഈ തട്ടിപ്പ് നടന്നുവെന്നും. സംഭവം വിവാദമായതോടെ പോലീസും തദ്ദേശ സ്വയംഭരണ വകുപ്പും പിന്നെ ഓഡിറ്റുകാരും ഒക്കെ വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഒരു സാധാ ജീവനക്കാരൻ തട്ടിച്ചത് ഒരു കോർപ്പറേഷനിൽ നിന്ന് 3 കോടി രൂപ. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങ് നൽകാൻ കോട്ടയം നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു. ഓൺ ഫണ്ടിൽ നിന്നും തുക കണ്ടെത്താൻ നിർദ്ദേശവും നൽകി. ആ അന്വേഷണമാണ് ആരുമറിയാതെ ഒളിഞ്ഞുകിടന്ന വലിയൊരു തട്ടിപ്പ് പുറംലോകം അറിയുന്നതിലേക്ക് എത്തിച്ചത്. തുടർന്ന് സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. പെൻഷനർ അല്ലാത്ത ശ്യാമള എന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് മാസാമാസം നൽകിയത് ലക്ഷങ്ങൾ. 2024 വരെ 3 കോടിയോളം രൂപ ഈ അക്കൗണ്ടിലേക്ക് നൽകി. ഇതിന്റെ ചുവട് പിടിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് പിന്നിൽ ക്ലർക്കായിരുന്ന അഖിൽ പി വർഗീസാണെന്ന് സെക്രട്ടറി കണ്ടെത്തിയത്. അഖിലിന്റെ അമ്മയാണ് ശ്യാമളയെന്നും തെളിഞ്ഞു. കോട്ടയത്ത് ഇയാൾ ജോലി ചെയ്ത കാലയളവിലാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. വൈക്കം നഗരസഭയിലേക്ക് സ്ഥലം മാറിപ്പോയിട്ടും ഇടയ്ക്ക് കോട്ടയത്തെത്തി പണം തട്ടിയതായും കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ രാഷ്ട്രീയ സ്വാധീനം മാത്രം ഇത്രയും കൊല്ലം കോർപ്പറേഷനിൽ ഇതുപോലെ ഒരു ക്രമക്കേട് നടത്തിയിട്ടും അദ്ദേഹം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മാത്രമാണ് ഇവിടെ കയറി പറ്റിയിരിക്കുന്നത്. എന്തു തന്നെയായാലും നമ്മൾ മുഖം നോക്കാതെ നടപടി തീർച്ചയായിട്ടും സ്വീകരിക്കും. 3 വർഷത്തിലധികം ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടും ആരും അറിഞ്ഞില്ല എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത. വർഷാവർഷങ്ങളിൽ നടക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടിലും ഇക്കാര്യം കണ്ടെത്തിയില്ല. കൊല്ലം സ്വദേശിയായ അഖിലിനെതിരെ മുൻപും ചില സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെന്നാണ് വിവരം. ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടും സാമ്പത്തിക ഇടപാടുകളുടെ ചുമതല എന്തിനു നൽകിയെന്ന ചോദ്യമാണ് ഉയരുന്നത്. UDFന്റെ ദുർഭരണമാണ് തട്ടിപ്പിന് പിന്നിലുള്ളതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇതിനകം പ്രതിഷേധ പരിപാടികളും ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ തട്ടിപ്പ് നടത്തിയ അഖിലിന് ഇടത് യൂണിയനുകളുമായിട്ടാണ് ബന്ധമുള്ളതെന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. BJPയും ഇതിനോടകം സമരവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു ജീവനക്കാരൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ തട്ടിപ്പ് നടക്കുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് സതീഷിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ.